നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പതിനൊന്നാം സമ്മേളനത്തിന്റെ 2ാം ദിവസമായ ഇന്ന് വിപുലമായ ചർച്ചയാണ് സഭയിൽ നടന്നത്. ഈ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് 2-3 ധനാഭ്യർത്ഥനയ്ക്കുള്ള ചർച്ചയും വോട്ടെടുപ്പും നടന്നു. ചോദ്യോത്തര വേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 5 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ ഇന്ന് വാക്കാൽ മറുപടി നൽകിയത്. വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നുള്ള ചരക്ക് നീക്കം സുഗമമാക്കാൻ നടപടി, കോളേജ് ക്യാമ്പസുകളിൽ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സ്വീകരിച്ച നടപടി, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വികസനം, നികുതി ചോർച്ച തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. വിഴിഞ്ഞം പദ്ധതി 2024 തന്നെ കമ്മീഷൻ ചെയ്യുമെന്ന് സഭയ്ക്ക് ഉറപ്പ് നൽകുന്നതായി തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ പറഞ്ഞു. 1-2 പിണറായി സർക്കാർ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ത്വരിതഗതിയിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോയി ഈ 2024 അത് കമ്മീഷൻ ചെയ്യുമെന്നും ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. പദ്ധതിയുടെ ആകെ പുരോഗതി 88%, പ്രദേശവാസികൾക്ക് തൊഴിൽ സംവരണം ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതി പൂർണ്ണമാകുമ്പോഴേക്ക് ഏതായാലും 2500-ലേറെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. അത് പ്രത്യക്ഷമായും പരോക്ഷമായും വരുമ്പോൾ അത് ആയിരക്കണക്കിന് വർദ്ധിക്കാം. ഇതിൽ നല്ലൊരു ശതമാനം പരിസരവാസികൾക്ക് വേണ്ടി സംവരണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതെ നേരത്തെ തന്നെ ധാരണയായിട്ടുണ്ട്. കോളേജ് ക്യാമ്പസുകളിൽ വ്യവസായ പാർക്ക് തുടങ്ങുന്നതിന് 80ഓളം കോളേജുകൾ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഇപ്പോൾ തന്നെ 80-ലധികം കോളേജുകൾ അതിന്റെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് NOC നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശ തത്വങ്ങൾ അവസാനം രൂപം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് ലഭിക്കുന്നതോടുകൂടി ഓപ്പണായിട്ട് നമുക്കൊരു ട്രാൻസ്പാരന്റ് ആയ പ്രോസസ്സിലൂടെ അംഗീകാരം നൽകാൻ കഴിയും. നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാർ കോളേജുകളെ കൂടാതെ സ്വകാര്യ കോളേജുകളിലും വ്യവസായ പാർക്കുകൾ തുടങ്ങുമെന്നും മന്ത്രി വ്യക്തമാക്കി. നികുതി പിരിവ് ഊർജിതപ്പെടുത്തിയും ചെലവുകൾക്ക് മുൻഗണന കൊടുത്തും സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ സഭയെ അറിയിച്ചു. ഊർജിതപ്പെടുത്തിയും ചെലവുകൾക്ക് മുൻഗണന നൽകിയും മുമ്പോട്ട് പോവുക എന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയം. ഇതിന്റെ ഭാഗമായി വരുമാനം ഉയർത്തുന്നതിനോടൊപ്പം ആവർത്തന സ്വഭാവമുള്ള ഭരണ ചെലവുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഭംഗം കൂടാതെ നടത്തുവാൻ സാധിച്ചത് മേൽ നടപടികളുടെ ഫലപ്രാപ്തി കാരണമാണ്. ആവർത്തന സ്വഭാവമുള്ള ഭരണ ചെലവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ ഭംഗം കൂടാതെ നടത്താൻ കഴിയുന്നുണ്ട്. ഈ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടും കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞ സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ. 5 മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇനി വിതരണം ചെയ്യാനുണ്ട്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ കാര്യങ്ങൾ പബ്ലിക്കായി തന്നെ പറഞ്ഞതാണ്. ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാ മാസവും കൃത്യമായി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പണം നിക്ഷേപിക്കുന്നവർക്ക് ആനുകൂല്യം ലഭിക്കുന്ന ഒരു ആന്യൂറ്റി സ്കീമായാണ് ജീവാനന്ദം പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഇതിന്റെ ചർച്ചകൾ നടക്കുന്നതേയുള്ളൂവെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ ജീവാനന്ദ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളവർക്ക് ചേരേണ്ടവർക്ക് അത് വന്നു കഴിഞ്ഞാൽ, പഠിത്തം കഴിഞ്ഞ് വന്നാലേ ഇത് വരത്തുള്ളൂ. അത് വന്നാൽ ഒരു പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റിനകത്ത് പൈസ ഇടുന്നവർക്ക് അവർക്ക് ഇത്ര വർഷത്തേക്ക് ആന്യൂറ്റി എന്നാൽ പണം കിട്ടുന്ന പല സ്ഥാപനങ്ങളും നടത്തുന്ന ഒരു ആന്യൂറ്റി സ്കീമാണ് ഗവൺമെന്റ് മേഖല. ഇതാണ് ജീവാനന്ദം. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയെ സംബന്ധിച്ച് പ്രതിപക്ഷം സഭയിൽ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് പൊതുവിദ്യാഭ്യാസ മന്ത്രി മറുപടി നൽകിയതിനെ തുടർന്ന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. മലബാർ മേഖലയിലെ ജില്ലകളിൽ +1 സീറ്റിന്റെ കുറവ് മൂലവും പുതിയ +1 ബാച്ചുകൾ അനുവദിക്കാത്തത് മൂലവും വിദ്യാർത്ഥികളുടെ ഉപരിപഠനം പ്രതിസന്ധിയിലായതായി പറയപ്പെടുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് ശ്രീ N. ഷംസുദ്ദീനും മറ്റ് 5 പേരുമാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് നോട്ടീസ് നൽകിയത്. മലബാർ മേഖലയിൽ ജില്ലകളിൽ +1 സീറ്റിന്റെ കുറവ് മൂലവും പുതിയ +1 ബാച്ചുകൾ അനുവദിക്കാത്തത് മൂലവും SSLC പരീക്ഷ വിജയിച്ച വിദ്യാർത്ഥികളുടെ ഉപരിപഠനം പ്രതിസന്ധിയിലായതിനായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ N. ഷംസുദ്ദീൻ, സണ്ണി ജോസഫ്, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി C. കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളിലും A+ ലഭിച്ച
10,000-ലധികം വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ആദ്യ അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചില്ല എന്ന് ശ്രീ എൻ ഷംസുദ്ദീൻ ആരോപിച്ചു. ഇവിടെ 10,000-കണക്കിന് കുട്ടികൾ സീറ്റ് കിട്ടാതെ പുറത്തുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താ, അതായത് ഫുൾ A+ ഉള്ള കുട്ടികൾ അവർ പഠിച്ച സ്കൂള്, അവരുടെ നാട്ടിലുള്ള സ്കൂൾ, ഇതൊക്കെ പറയുമ്പോൾ ബേളം വെക്കാൻ ഇയാൾക്ക് മനസ്സിലാവണ്ടേ. പഠിച്ച സ്കൂളിനൊരു മാർക്കുണ്ട്, ഒരു ഗ്രേസ് മാർക്കുണ്ട്, പഞ്ചായത്തിനൊരു ഗ്രേസ് മാർക്കുണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ടും ആ ഫുൾ A+ കാരികൾക്ക് അല്ലെങ്കിൽ ആ ഫുൾ A+ ഉള്ള കുട്ടികൾക്ക് ഇത്തവണത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയിട്ടില്ല. എന്നാൽ SSLC പരീക്ഷ ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് യാതൊരു പ്രതിസന്ധിയും മലബാർ മേഖലയിൽ ഇല്ല എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി മറുപടി നൽകി. മലപ്പുറത്തും മലബാറിലുള്ള കുട്ടികളും ഞങ്ങളുടെ കേരളത്തിൻ്റെ മക്കളാണ് എന്നുള്ള സമീപനം തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ഉള്ളത് എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യം ഇതിപ്പോൾ ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു വാക്കൗട്ട് പോലും ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ സഹകരിക്കണമെന്നാണ് പറയാൻ. 3 അലോട്ട്മെന്റുകൾക്ക് ശേഷവും എന്തെങ്കിലും കുറവ് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പരിഹരിക്കും എന്നും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ല എന്നും മന്ത്രി പറഞ്ഞു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 1ാം അലോട്ട്മെന്റിന്റെ നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സമരവും പ്രഖ്യാപിച്ചു. സർ, അതെന്ത് ന്യായമാണ്? എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് 3 അലോട്ട്മെന്റ് കഴിഞ്ഞ ശേഷം പരിശോധിക്കാം എന്നുള്ള കാര്യം പറയുന്നു. അതുകൊണ്ട് ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതൊന്നും ചെയ്യില്ല, ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നുള്ള നിലപാടാണ് നിങ്ങൾ. സാർ, അതിൽ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യുന്നു. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന എഴുത്തു പരീക്ഷാ രീതിയിലും മൂല്യനിർണയ പ്രക്രിയയിലും കാലോചിതമായ മാറ്റം വരുത്തേണ്ടത് സംബന്ധിച്ച് ശ്രീ എം വിജിൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയും മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടക്കാത്തതുമൂലം വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മലിനജലം കയറുന്നത് സംബന്ധിച്ച് ശ്രീമതി ഉമാ തോമസ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷും മറുപടി നൽകി. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഒരു സാധാരണ വേനൽ മഴയിൽ പോലും ഇങ്ങനെ ഉണ്ടായാലെന്നാണ് പറഞ്ഞത്. സാധാരണ വേനൽ മഴയായിരുന്നില്ല സർ. IMD തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് അത് മേഘവിസ്ഫോടനമായിരുന്നു എന്നുള്ളത്. അത് ബഹുമാന്യായിട്ടുള്ള അംഗം ശ്രദ്ധിക്കാതെ പോയതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 10 സബ്മിഷനുകൾക്കാണ് ഇന്ന് സഭയിൽ മറുപടി നൽകിയത്. ഏകദേശം 5 കോടി രൂപയുടെ നഷ്ടമാണ് മത്സ്യ കർഷകർക്ക് വന്നിട്ടുള്ളത്. സമാനമായ നഷ്ടം മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ കർഷകർക്ക് അർഹമായ സാമ്പത്തിക സഹായം നൽകി അവരെ സഹായിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുമോ എന്നുള്ളതാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ മത്സ്യകൃഷിക്കാർക്ക് നഷ്ടപരിഹാരം അനുവദിക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന മുറക്ക് അവ പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ ഒരു സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കണം എന്ന് ഈ സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട സർക്കാരിനോടും മന്ത്രിയോടും ഞാൻ ആവശ്യപ്പെടുന്നു. പുതിയ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് നയപരമായ തീരുമാനമെടുക്കുന്ന മുറയ്ക്ക് മലപ്പുറം ജില്ലയിലും പുതിയ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് അനുവദിക്കുന്ന വിഷയം പരിഗണിക്കാവുന്നതാണ്. പ്രതിപക്ഷം ഉന്നയിച്ച ക്രമപ്രശ്നത്തിന്മേൽ സ്പീക്കർ ഇന്ന് റൂളിംഗ് നൽകി. 2024 കേരള മുനിസിപ്പാലിറ്റി 2ാം ഭേദഗതി ബിൽ, 2024 കേരള പഞ്ചായത്ത് രാജ് 2ാം ഭേദഗതി ബിൽ എന്നിവ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കാതെയും ചർച്ച കൂടാതെ പാസാക്കിയതും സംബന്ധിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച ക്രമപ്രശ്നത്തിന്മേൽ സ്പീക്കർ റൂളിംഗ് നടത്തി. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ഇവിടെ വിശദീകരിച്ചതുപോലെ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർഡ് വിഭജനം ഉൾപ്പെടെയുള്ള നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടുള്ളതിനാൽ ബിൽ അടിയന്തരമായി പാസാക്കേണ്ട സാഹചര്യം നിലനിൽക്കുമെന്ന വസ്തുതയും പരിഗണിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മറ്റ് 2 അംഗങ്ങളും ഉന്നയിച്ച വികാരങ്ങളെയും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശദീകരണത്തിന്റെയും അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ക്രമപ്രശ്നം തീർപ്പാക്കുകയാണ്. ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ 2-3 ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നടന്നു. 16 പേരാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. ചർച്ചയിൽ ഉയർന്നുവന്ന വിഷയങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മറുപടി പറഞ്ഞു.
നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക രംഗത്ത് നല്ല പുരോഗതി ഈ ഘട്ടത്തിൽ ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതുതായി ആരംഭിച്ച ഞങ്ങളും കൃഷിയിലേക്കെന്ന പദ്ധതി ഇപ്പോൾ 2024 മെയ് വരെ എടുത്താൽ 2,36,344 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ട് പോളിംഗ്. അനുകൂലിക്കുന്നവർ 73, പ്രതികൂലിക്കുന്നവർ 30, അബ്സ്റ്റെയിൻ 0. പ്രമേയം പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി 6 മണിയോടുകൂടി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണാം. നമസ്കാരം.